الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നമുക്ക് വേണ്ടി ഈ ലോകത്തെ സംവിധാനിക്കുകയും എല്ലാം ചെയ്ത കാരുണ്യവാനായ നമ്മുടെ റബ്ബ് നമ്മുടെ പാരത്രിക ലോകത്തിന് വേണ്ടി, ഇഹപര വിജയത്തിന് വേണ്ടിയെല്ലാം സംവിധാനിച്ചിട്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയും വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. അപ്രകാരം ജീവിതത്തിൽ മുഴുവനും റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെട്ട് ബർസഖി ലോകത്ത് വിജയിച്ച് പരലോകത്ത് വിചാരണയിൽ വിജയം നേടി ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്നവരിൽ നാഥൻ നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച മരണമെന്ന യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചത്. ഏതൊരു മനുഷ്യനും ഇവിടെ ജനിച്ചു വീഴുന്ന ജീവനുള്ള ഏതൊന്നും അംഗീകരിക്കുന്ന, അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണമെന്നെല്ലാം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ആ മരണത്തിന് ഏത് കാലമാണ് നമുക്ക് വേണ്ടി ആ മരണം തയ്യാറായിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നിശ്ചയിച്ചിട്ടുള്ള ഒരു കാലമുണ്ട്, ഒരു ആയുസ്സുണ്ട്. ആ ഒരു സമയമെത്തുമ്പോൾ ആ മരണം സംഭവിക്കുക തന്നെ ചെയ്യും. ഫഇദാ ജാഅ അജ്ലുഹും ലാ യസ്തഅഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഏതൊരു മനുഷ്യന്റെ അവധി വന്നു കഴിഞ്ഞാൽ, ആ സമയം വന്നു കഴിഞ്ഞാൽ ഒരു നാഴിക പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊന്ന് പിന്നോട്ടാക്കുകയോ മുന്നോട്ടാക്കുകയോ ചെയ്യുകയില്ല എന്ന് അല്ലാഹു തആല നമ്മെ ഉണർത്തുകയാണ്. ഈ രൂപത്തിൽ മനുഷ്യന്, ഓരോ വ്യക്തിക്കും നാം ഉൾപ്പെടുന്ന ഓരോ ജനവിഭാഗത്തിനും
അല്ലാഹു തആല ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി വന്നെത്തുമ്പോഴാണ് ഓരോ ആളുകളും ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. ജനിച്ചു വീണ കുഞ്ഞായാലും വാർദ്ധക്യ സഹജമായ രോഗം ബാധിച്ച്, അതല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങൾ ബാധിച്ച് പൂർവസ്ഥിതിയിലേക്ക് ഓർമ്മകൾ പോയി, അതുപോലെ നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കിടപ്പിലായി പോകുന്നവരെ പോലും നമ്മൾ കാണാറുണ്ട്. ഏതാളായാലും അവിടെയെല്ലാം അല്ലാഹു തആല കണക്കാക്കിയ ഒരു സമയമുണ്ട്. ആ സമയത്തിനൊന്ന് മുന്നോട്ടോ പിന്നോട്ടോ ആക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി കൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ രൂപത്തിൽ ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്തിന് വേണ്ടി ആ മനുഷ്യന്റെ ആത്മാവിനെ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളെ സംവിധാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തുൽ ലസീ യുക്ല ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. പ്രവാചകരെ, അങ്ങ് പറയണം, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്ക് നിങ്ങളെ പൂർണ്ണമായിട്ടും മരണസമയമെത്തുമ്പോൾ പൂർണ്ണമായിട്ടെടുക്കുകയും മരിപ്പിക്കുകയും ചെയ്യുകയും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിങ്കലേക്ക് റബ്ബിങ്കലേക്ക് മടക്കപ്പെടുകയും ചെയ്യും എന്ന് അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ മരണവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചപ്പോൾ ഏത് സമയത്താണ് മരിക്കുക എന്നും ഏത് അവസ്ഥയിലായിരിക്കും നാളത്തെ അവസ്ഥയെന്നും ഒരാൾക്കും അറിയുകയില്ല എന്നും ആ മരണത്തെ സംബന്ധിച്ച് ധാരാളമായി ഏത് സമയത്തും ഓർക്കണമെന്നും ആ മരണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നേരത്ത് പ്രവാചകൻ അനുഭവിച്ച വേദനയെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഉണർത്തിയിട്ടുള്ളൊരു കാര്യം, ഇന്നൽ മൗത ഫസ്ഉൻ, തീർച്ചയായും മരണമെന്നുള്ളത് അത് ഭീതിജനകമായ ഭയാനകരമായ ഒന്നാണ് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ഈ ലോകത്ത് പല നിലയിലും ജീവിതത്തെ നയിച്ചു കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, ആ കൽപ്പനകൾ ധിക്കരിക്കുന്നവർ, അല്ലാഹുവിനെ പോലും നിഷേധിക്കുന്നവർ, അങ്ങനെ പല നിലയിലും ആ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ച് നിഷേധിച്ച് ആ നിലയിൽ പല തരത്തിലും ജീവിക്കുന്നവരുണ്ട്. ഈ എല്ലാ ആളുകളുടെ മരണം ഒന്നായിരിക്കുമോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു നല്ല മനുഷ്യന്റെ മരണം പോലെ ആവുകയില്ല ഒരിക്കലും മോശമായ അവസ്ഥയിൽ ജീവിച്ച ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത്. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം പിന്നീട് അതിനുശേഷമുള്ളൊരു ജീവിതമാണ് കാലാകാലവും ജീവിക്കുന്ന ഒരു ജീവിതമായി കൊണ്ട് ആരംഭിക്കുന്നത്. ആ ജീവിതത്തെ നന്നാക്കാൻ വേണ്ടി ഈ ജീവിതത്തിൽ പലതും ത്യജിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണം അത് ഏറ്റവും സമാധാനപൂർണമായ ഒന്നായിരിക്കും എന്നുള്ളതാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ നമുക്കേവർക്കും സുപരിചിതമായ സൂറത്തുൽ ഫജ്ർ അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് വിളിച്ചുകൊണ്ട് മലായിക്കത്തുകൾ കടന്നു വരും. അള്ളാഹുവിങ്കിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് മടങ്ങിക്കൊള്ളുക. അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളോടൊപ്പം നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലീ ജന്നതി, അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗ്ഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ആ മലായിക്കത്തുകൾ അത്തരം ആത്മാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ച ആ മനുഷ്യരുടെ ആത്മാക്കളെ പിടികൂടുമെന്നുള്ളതാണ് അല്ലാഹു തആല ഇവിടെ വിശദീകരിക്കുന്നത്. വന്നാശിതാതി നശ്താ, ഏറ്റവും വേഗത്തിൽ സൗമ്യമായ നിലക്ക് അഴിച്ചുവിട്ടുകൊണ്ടാണ് ഓരോ മനുഷ്യന്റെയും മനുഷ്യന്റെ നന്മകൾ ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ ആത്മാവിനെ എടുക്കുക. ആ എടുക്കുന്ന സംവിധാനത്തെ
സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നാസിയാത്തിലെ 2-ാമത്തെ സൂക്തത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യന്റെ മരണം, എങ്ങനെയാണ് ഒരു ചീത്ത മനുഷ്യന്റെ മരണം, ഒരു നല്ല മനുഷ്യന്റെ ബർസഖ് എങ്ങനെയാണ്, ചീത്ത മനുഷ്യന്റെ ബർസഖ് എങ്ങനെയാണ്, അവരുടെ പരലോകം എങ്ങനെയാണ് എന്നൊക്കെ വളരെ വിശദമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. അതിൽ ഇൻഷാ അല്ലാഹ് നല്ല ആത്മാവിന്റെ മരണത്തെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്ന് നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിക്കാം. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, അൻസാരികൾപ്പെട്ട ഒരാളുടെ ജനാസയുമായി പ്രവാചകനോടൊപ്പം ഞങ്ങൾ പുറപ്പെട്ടു. ഖബർ കുഴിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ ഖബറിന്റെ പണി പൂർത്തിയാക്കുവാൻ സമയമുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെയും കൊണ്ട് അവിടെ ഇരുന്നു. ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമെ ശ്രവിക്കുവാനായിട്ടിരുന്നു. ഞങ്ങളുടെ തലയിൽ ഒരു കിളി വന്നിരിക്കുമ്പോൾ, ഒരു പക്ഷി വന്നിരിക്കുമ്പോൾ ആ പക്ഷി ഞങ്ങളുടെ തലയിൽ നിന്നും പാറിപ്പോകാതെ സൂക്ഷ്മതയോടെ എപ്രകാരം ഇരിക്കുമോ അപ്രകാരം ഒരനക്കമില്ലാതെ ഒരേ സ്വരത്തിൽ മൗനമായി ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശ്രവിക്കുവാൻ വേണ്ടി ഇരുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കയ്യിലുള്ള ഒരു കമ്പ് അത് നിലത്ത് കുത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തിയിട്ട് പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അസാബിൽ ഖബർ, ഇസ്തഈദു ബില്ലാഹി മിൻ അസാബിൽ ഖബർ. ഖബറിന്റെ ഭയാനകതയിൽ നിന്നും ഖബറിന്റെ ശിക്ഷയിൽ നിന്നും നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ തേടണേ എന്ന് 3 പ്രാവശ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫീ ഇൻഖിതാഇ മിനദ് ദുനിയ വ ഇഖ്ബാലിൽ മിനൽ ആഖിറ. ഈ ഒരു സമയമെന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഐഹിക ജീവിതത്തിന്റെ അന്ത്യവും പാരത്രിക ലോകത്തിന്റെ ആരംഭവുമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നസല ഇലൈഹി മിനസ് സമാഇ മലായികത്തുൻ. അതാ ഒരു മനുഷ്യന്റെ ഇഹലോകത്തിന്റെ അന്ത്യം, പരലോകത്തിന്റെ ആരംഭം അഥവാ മരണത്തിന്റെ ആസന്നമായി കഴിഞ്ഞാൽ നസല ഇലൈഹി മിനസ് സമാഇ മലായികത്തുൻ, ഒരു വിശ്വാസിയുടെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലായികത്തുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. എങ്ങനെയുള്ളത്? ബീളുൽ വുജൂഹി കഅന്ന വുജൂഹുഹും ശംസ്, സൂര്യനെ പോലെ പ്രശോഭിതമായ വെളുത്ത മുഖമുള്ള മാലാഖമാർ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമെന്നുള്ളതാണ്. മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, അവരുടെ കയ്യിൽ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവകൾ ഉണ്ടാകും. വഹുനൂത്തും മിൻ ഹുനൂത്തിൽ ജന്ന, അവരുടെ കയ്യിൽ സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയ സുഗന്ധവുമായി കൊണ്ട് അവർ കടന്നു വരുമെന്നുള്ളതാണ്. ഹത്താ യജ്ലിസു മിൻഹു മിദ്ദൽ ബസർ, അങ്ങനെ അവരെ കണ്ണെത്തും ദൂരം വരെ അവരങ്ങനെ ആ മലായികത്തുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമെന്നുള്ളതാണ്. സുമ്മ യുജിഉ മലക്കുൽ മൗത്ത് ഹത്താ യജ്ലിസു ഇൻദ റഅസിഹി, അങ്ങനെ മലക്കുൽ മൗത്ത് കടന്നു വന്നുകൊണ്ട് ആ മരണാസന്നമായ മുഅ്മിനായ വിശ്വാസിയായ വ്യക്തിയുടെ അടുക്കൽ വന്നുകൊണ്ട് അവന്റെ തലയുടെ ചാര വന്നുകൊണ്ടിരിക്കും. അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അങ്ങനെ ആ മലക്ക് വന്നുകൊണ്ട് ആ മനുഷ്യന്റെ ആത്മാവിനോട് പറയും, ശാന്തമടഞ്ഞ ആത്മാവേ, സമാധാനമടഞ്ഞ ആത്മാവേ, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും തൃപ്തിയിലേക്കും നിങ്ങൾ ഇറങ്ങി വരിക എന്ന് ആ മലക്ക് പറയുമെന്നുള്ളതാണ്. ആ സമയത്ത് അങ്ങനെ അതാ അവിടെ നിന്ന് മലക്ക് അങ്ങനെ പറയുമ്പോൾ ആ ആത്മാവ് ഇറങ്ങി വരും. എങ്ങനെ? തസീലു കമാ തസീലു ഖത്റത്തി മിൻ ഫിസ്ഖാ, ഒരു കൂജയിൽ നിന്നും വെള്ളമൊഴിക്കുന്നത് പോലെ വളരെ എളുപ്പമായിക്കൊണ്ട്, വളരെ സാവധാനമായിക്കൊണ്ട്, വളരെ സമാധാനത്തോടുകൂടി ആ ആത്മാവ് ഇറങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഫയഖുദുഹാ, അങ്ങനെ മലക്കുൽ മൗത്ത് ആ ആത്മാവിനെ സ്വീകരിക്കും. ഫഇദാ അഖദഹാ ലം യദ്ഉഹാ ഫീ യദിഹി തറഫുൻ ഐനിൻ ഹത്താ യഅഖുദുഹാ ഫയജ്അലുഹാ ഫീ ദാലിക കഫ്നിൻ
കഫിനിൻ വഫീ ദാലിക ഹുനൂതിൻ, അങ്ങനെ ആ കടന്നു വന്ന ആത്മാവിനെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധം പൂശിയ കഫൻ പുടവയിൽ ആ മലക്കുൽ മൗത്ത് പൊതിഞ്ഞെടുക്കും. യഖ്റുജു മിൻഹാ കതൈബി നഫ്ഹതി മിസ്കിൻ വുജിദത്തിൻ അലാ വജ്ഹിൽ അർള്. അങ്ങനെ ഭൂമിയിൽ വെച്ച് ഏറ്റവും പരിമളമായ കസ്തൂരി പോലെയുള്ള സുഗന്ധം അങ്ങനെ ആ ആത്മാവിന് ചുറ്റും അടിച്ചു വീശിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ആ സമയത്ത് എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ ആ സമയത്ത് ആ ആത്മാവിനെയും വഹിച്ചുകൊണ്ട് മലക്കുൽ മൗത്ത് ഇങ്ങനെ ആകാശത്തിലേക്ക് കടന്നു ചെല്ലും. അങ്ങനെ ചെല്ലുമ്പോൾ ആകാശവാനലോകത്തേക്ക് കയറിപ്പോകുന്ന വഴിയിൽ വെച്ച് കാണുന്ന ഓരോ മലക്കുകളും ചോദിക്കും, മാ ഹാദർ റൂഹു തയ്യിബ്, ഈ നല്ലൊരു ആത്മാവ് ഇത് ആരുടെ ആത്മാവാണ് എന്ന് ചോദിക്കുമെന്നാണ്. ഫയഖൂലു ഫുലാൻ ഇബ്നു ഫുലാൻ, അപ്പോൾ മലക്കുൽ മൗത്ത് പറയും, ഇന്ന വ്യക്തിയുടെ മകനായ ഇന്ന വ്യക്തിയാണ് എന്ന് ഉപ്പയുടെ പേര് ചേർത്തുകൊണ്ടാണ് അവിടെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഭൂമിയിൽ വെച്ച് നമ്മളെ വിളിക്കുന്ന പേരുകളുണ്ടല്ലോ, ആ പേരുകളിൽ അബ്ദുള്ള എന്നോ അബ്ദുറഹ്മാൻ എന്നോ മുഹമ്മദ് എന്നോ അഹ്മദ് എന്നോ പല പേരുകളിൽ നമ്മെ ഭൂമിയിൽ വെച്ച് വിളിക്കപ്പെടുമ്പോൾ ആ പേരിനോടൊപ്പം ഉപ്പയുടെ പേരും ചേർത്തുകൊണ്ട് മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന രൂപത്തിൽ ഉപ്പയുടെ പേര് ചേർത്തുകൊണ്ട് അങ്ങനെ ഫുലാൻ ഇബ്നു ഫുലാൻ എന്ന് ഇങ്ങനെ മലക്കുൽ മൗത്ത് ഓരോ മലായിക്കത്തുകൾക്കും പറഞ്ഞു കൊടുക്കുമെന്നുള്ളതാണ്. ഇന്നവൻ അത് ഈ ലോകത്ത് വെച്ച് നമ്മളെ അഭിസംബോധന ചെയ്ത അതേ പേര് കൊണ്ട് തന്നെയാണ് അങ്ങനെ മലായിക്കത്തുകളോട് ആ മലക്കുൽ മൗത്ത് ആ വ്യക്തിയെ, നല്ല വ്യക്തിയെ പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ഭൂമിയുടെ അടുത്ത് നിൽക്കുന്ന ആകാശത്തിലേക്ക് കയറിപ്പോകുമ്പോൾ അത് തുറക്കുവാൻ ആവശ്യപ്പെടുന്ന സമയത്ത് ആ ഒന്നാം ആകാശത്തിന്റെ കാവൽക്കാരായ മലായിക്കത്തുകൾ അതിങ്ങനെ വളരെയധികം ഉത്സാഹത്തോടുകൂടി ആവേശത്തോടുകൂടി ആ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നാണ്. അങ്ങനെ ഓരോ ആകാശങ്ങളും കടന്നു പോകുമ്പോൾ ആ ആകാശങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മലായിക്കത്തുകൾ ആ ആത്മാവിനെ പിന്തുടർന്ന് ആകാശങ്ങളിലേക്ക് പോകുമെന്നാണ്. അങ്ങനെ ഏഴാം ആകാശത്തെത്തുമ്പോൾ ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ മൗത്തിനോട് ആയിക്കൊണ്ട് പറയും, ഇക്തുബ് കിതാബൻ അബ്ദിൻ ഫി അല്ലീൻ, ഇല്ലീനിൽ അവന്റെ കാര്യങ്ങൾ, അവന്റെ രേഖകൾ രേഖപ്പെടുത്തണമെന്ന്, ഹില്ലീനിൽ രേഖപ്പെടുത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും വഅഈദു ഇലൽ അർള്, എന്നിട്ട് അല്ലാഹു തആല പറയും അവനെ ഭൂമിയിലേക്ക് തന്നെ മടക്കുകയും ചെയ്യുക. ഫഇന്നി മിൻഹാ ഖൽഖഹും, അവിടെ വെച്ചുകൊണ്ടാണ് നാം അവനെ സൃഷ്ടിച്ചത്. വഫീഹാ അഈദുക്കും, ആ മണ്ണിലേക്കാണ് ആ മനുഷ്യനെ മടങ്ങി ചെല്ലാനുള്ളത്. വമിൻഹാ ഉഖ്രിജുക്കും താറത്തൻ ഉഖ്റ, എന്നിട്ട് പിന്നീട് വീണ്ടും നാം അവരെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനമടഞ്ഞ ആത്മാവിനെ സംബന്ധിച്ച് മലായിക്കത്തുകളോട് പറയുമെന്നുള്ളതാണ്. ഈ രൂപത്തിൽ വളരെ എളുപ്പമായിക്കൊണ്ട് മലായിക്കത്തുകളുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, മലായിക്കത്തുകളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആകാശങ്ങളിലൂടെ സമാധാനത്തോടുകൂടി ജീവിച്ച, ഈ ഭൂമിയിൽ അള്ളാഹുവിൽ വിശ്വസിച്ച് ജീവിച്ച, വിശ്വാസം കാരണത്താൽ അല്ലാഹു തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളോട് നോ പറഞ്ഞ് അതിനോടൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്ന് അത്തരത്തിൽ ക്ഷമയോടുകൂടി ജീവിച്ച ആളുകൾ, ആ ആളുകളുടെ ആത്മാവിനെ ഈ രൂപത്തിലാണ് നാളെ അള്ളാഹുവിന്റെ മലക്കുൽ മൗത്ത് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നു. എന്നിട്ട് അല്ലാഹു തആല അവിടെ വെച്ച് രേഖപ്പെടുത്തിയിട്ട് ഭൂമിയിലേക്ക് വിടാൻ പറഞ്ഞത്. അങ്ങനെ ഭൂമിയിലേക്ക് വിട്ട് പിന്നെ ബർസഖിന്റെ ലോകമാണ്, പിന്നെ ആ ലോകത്തുള്ള കാര്യങ്ങളാണ്, പിന്നെ അത് ആ ലോകത്തിലെ കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നീട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം ശേഷം ലോകത്തിന്റെ അവസാനം കഴിഞ്ഞ് ആ ബർസഖിന്റെ ഉള്ളിൽ നിന്നും കാഹളത്തിലൂടെ നമ്മെ പുറത്തു കൊണ്ടുവന്ന് വിചാരണയുടെ ദിവസങ്ങളിലേക്ക് കടക്കും. അതാണ് പിന്നീടുള്ള കാര്യങ്ങൾ എന്നുള്ളത്. ബർസഖ് എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ്. അത് എങ്ങനെ മരിച്ച് മൺമറഞ്ഞു പോയ ആളായാലും, ഖബറിന്റെ അടിയിൽ അടക്കം ചെയ്തവരായാലും, ഖബറിന്റെ അടിയിൽ പെട്ടിക്കുള്ളിൽ അടക്കം ചെയ്തതായാലും,
ചാരമായി കത്തിച്ചു കളഞ്ഞതായാലും ആകാശത്ത് വെച്ച് വിസ്ഫോടനങ്ങൾ ഉണ്ടായി അവിടെ വെച്ച് ഭൂമിയിലേക്ക് മൃതശരീരം കടന്നു വരാത്ത രൂപത്തിൽ അവിടെ ആ രൂപത്തിൽ നിൽക്കപ്പെടുന്നതായാലും അവിടങ്ങളിലെല്ലാം ഏത് നിലക്ക് ആത്മാവ് ഫ്രീസറിൽ ഫ്രോസൺ ചെയ്ത് വെക്കപ്പെട്ട ബോഡികളായി ആ രൂപത്തിൽ വെക്കപ്പെട്ട ശരീരമായാലും ശരി, അതൊക്കെ ബർസഖ് എന്നുള്ള അനുഭവം അനുഭവിക്കും എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നത്, പറഞ്ഞു തരുന്നത്. ഈ രൂപത്തിലാണ് ഇനിയുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഈ രൂപത്തിലാണ് നല്ല ആത്മാവിന്റെ പിടുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കുക എന്നുള്ളതാണ് ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ രൂപത്തിൽ നല്ല ആത്മാക്കളുടെ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യം ഉച്ചരിച്ച് നമുക്ക് ലോകത്ത് നിന്ന് മടങ്ങാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാകണം. വിശ്വാസത്തോടുകൂടി ജീവിക്കുമ്പോൾ, ആ വിശ്വാസം മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ വന്ന് ഇർജിഇ ഇലാ റബ്ബിക റാളിയത്തൻ മർളിയ എന്ന് നമ്മുടെ അടുക്കൽ വന്ന് സമാധാനത്തോടുകൂടി നമ്മളെ കൊണ്ടുപോവുക. ആ രൂപത്തിൽ കൂജയിൽ നിന്നും വെള്ളമൊഴിക്കുന്നത് പോലെ സമാധാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചതുപോലെ വളരെ സൗമ്യമായി, വളരെ ലഘുവായി, വളരെ വേഗത്തിൽ ആത്മാക്കളെ പിടിക്കുന്ന നല്ല ആത്മാക്കളുടെ കൂട്ടത്തിൽ, നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെയെല്ലാം നാഥൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. ഉസീകും വഇയ്യായ സാനിയും ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ച മരണം, അതുമായി ബന്ധപ്പെട്ട് നല്ല ആത്മാവിൻ്റെ മരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഹദീസുകളാണ് നമ്മൾ ഒന്നാമത്തെ ഖുത്ബയിൽ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് തുടർന്ന് ഇനിയുള്ള മോശമവസ്ഥയിൽ മരിക്കുന്ന അവസ്ഥയും ബർസഖും ലോകാവസാനവും പരലോകവും വിചാരണയുമെല്ലാം ബർസഖുമെല്ലാം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത വെള്ളിയാഴ്ചകളിൽ ഇൻഷാ അല്ലാഹ് നമ്മളത് സൂചിപ്പിക്കും. ബനു ഇസ്രായേൽപ്പെട്ട ഒരു ജനത ഈലാജ് എന്ന ഒരു കടൽ തീര ഗ്രാമത്തിൽ താമസിച്ചിരുന്ന, അഖബ എന്നൊക്കെ ഇന്ന് പറയുന്ന ഇന്നത്തെ ജോർദാൻ, സൗദി, ഫലസ്തീൻ പ്രദേശങ്ങൾക്കൊക്കെ അടുത്ത് താമസിച്ചിരുന്ന ബനു ഇസ്രായേൽപ്പെട്ട ഒരു ജനത. അവിടത്തെ നിവാസികളുടെ അവരുടെ വരുമാനം, അതല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗം, അത് മീൻപിടുത്തമായിരുന്നു. അങ്ങനെ മീൻ പിടിച്ച് ജീവിക്കുന്നവരായിരുന്നു ആ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലുകാർക്ക് തൗറാത്തിന്റെ നിയമപ്രകാരം ശബ്ബത്ത് ആചരിക്കേണ്ടുന്ന ദിവസമായി നിശ്ചയിച്ച ശനിയാഴ്ച ദിവസം, സബത്ത് എന്നൊക്കെ പറയപ്പെടുന്ന ശബ്ബത്ത് ആരാധനയുടെ ഭാഗമായി അവരാചരിക്കേണ്ട തൗറയുടെ നിയമപ്രകാരം അല്ലാഹു തആല അവർക്ക് നിർബന്ധമാക്കിയ കാര്യം, ആ ദിവസത്തിന്റെ പ്രത്യേകത, അന്ന് ഒരു ജോലിക്കും പോകുവാൻ പാടില്ല. അന്ന് തൗറാത്തിന്റെ നിയമമാണ്, ഇന്ന് ഖുർആനിന്റെ നിയമമാണ്. അന്ന് ഒരു ജോലിക്കും പോകാൻ പാടില്ലാതെ പ്രത്യേക ചില ആരാധന കർമ്മങ്ങൾ നടത്തേണ്ടതാണ് എന്നുള്ളതായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന. എന്നാൽ മതശാസനകളിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള കൗശലങ്ങൾ കണ്ടുപിടിക്കലായിരുന്നു യഥാർത്ഥത്തിൽ ബനു ഇസ്രായേലുകാർ, യഹൂദർ, അവര് പാരമ്പര്യമായി ചെയ്തു പോന്നിട്ടുള്ള കാര്യം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കണ്ണിൻ്റെ
മുമ്പിൽ കണ്ട ആളുകളാണ് അവർ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, അല്ലാഹുവിന്റെ മുഅ്ജിസത്തുകൾ കണ്ണിന് നേരെ കണ്ട് അല്ലാഹുവിനെ നിഷേധിച്ച, അത് അത്തരത്തിൽ ധിക്കരിച്ച ആളുകളാണ് യഥാർത്ഥത്തിൽ ബനൂ ഇസ്രായേലുകാർ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൊരു പരീക്ഷണം നടത്തുകയാണ്. മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി ഈ ശനിയാഴ്ച ദിവസം വെള്ളത്തിന് മീതെ വന്ന് തലപൊക്കിക്കൊണ്ടിരിക്കും. മറ്റു ദിവസങ്ങളിലാകട്ടെ അങ്ങനെ സംഭവിക്കുന്നുമില്ല. ഇത് കാണുമ്പോൾ അവർക്കത് സഹിക്കുവാൻ കഴിയാതെ അവരൊരു സൂത്രം ഉപയോഗിക്കുന്നു. അവരുടെ പ്രദേശത്തിൽ നിന്നും അല്പം അകലെ സമുദ്രത്തിൽ നിന്നും ചില വെള്ളച്ചാലുകൾ നിർമ്മിച്ച് മത്സ്യങ്ങൾ ആ വെള്ളച്ചാലുകളിലൂടെ കുതിച്ചു വന്ന് ഒരു കുളത്തിലേക്ക് വരുന്ന രൂപത്തിൽ അവരതിനെ സംവിധാനിച്ചു. യഥാർത്ഥത്തിൽ എന്നാൽ അവരെ അത് സ്ഥാപിക്കുകയും ശനിയാഴ്ച കഴിഞ്ഞുള്ള ദിവസം ആ മത്സ്യങ്ങളെ ശേഖരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ജോലിക്ക് പോയി എന്ന ആരോപണത്തിൽ നിന്നും ഒഴിവാകുകയും മത്സ്യം ശേഖരിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഇത് തൗറയുടെ നിയമപ്രകാരം, അവരുടെ അന്നത്തെ മതശാസന പ്രകാരം കാപട്യവും അക്രമവും ആണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരത് ചെയ്യുന്നത്. ആ രൂപത്തിൽ അവരുടെ വിശ്വാസത്തിൽ കാപട്യം കാണിക്കുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മേലെ ശിക്ഷ ഇറക്കുകയാണ്. ഈ രാജ്യത്തുണ്ടായിരുന്ന, ഈ പ്രദേശത്തുണ്ടായിരുന്ന 3 വിഭാഗം ആളുകളെ വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്ന് നിയമം ലംഘിച്ചുകൊണ്ട് മത്സ്യം പിടിക്കുന്നവരാണ്. അതിൽ രണ്ടാമത്തത് അവരുടെ ഈ ദുഷ്പ്രവൃത്തിയെക്കുറിച്ച് ആക്ഷേപിക്കുകയും അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടി അവരെ ഉപദേശിച്ച് ഗുണകാംക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾ. മൂന്നാമത്തെ വിഭാഗം ആ പ്രവൃത്തിയെ മനസ്സുകൊണ്ട് വെറുക്കുകയും അതോടുകൂടി അവരെ ഉപദേശിച്ചിട്ട് ഫലമില്ലെന്നും അവർ അല്ലാഹുവിങ്കിൽ നിന്നുള്ള എന്തെങ്കിലും ശിക്ഷയ്ക്ക് വിധേയരായി തീരുക തന്നെ ചെയ്തേക്കുമെന്ന് പറഞ്ഞ് മൗനം അവലംബിക്കുന്നവർ. നമുക്ക് നമ്മുടെ പണി നോക്കിയാൽ മതി, അതൊന്നും ചെയ്യണ്ട എന്ന് മൗനം അവലംബിക്കുന്നവർ എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ വിശദീകരിക്കുന്നുണ്ട്. വലഖദ് അലിംതുമല്ലദീന അഅ്തദു മിൻകും ഫിസ്സബത് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ 65-ാമത്തെ സൂക്തം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അമാനി മൗലവി റഹ്മഹുല്ലാ എഴുതിയ കാര്യങ്ങളാണ് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ രൂപത്തിൽ 3 വിഭാഗം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തിന്മ, അങ്ങനെ അല്ലാഹു തആല അവർക്ക് ശിക്ഷ ഇറക്കുകയും ആ ശിക്ഷ അവരെല്ലാവരും നിന്ദ്യരായി കുരങ്ങന്മാരായി തീരുകയും ചെയ്തു എന്നാണ് അല്ലാഹു തആല സൂറത്തുൽ ബഖറ 65-ാമത്തെ സൂക്തത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിന്മ ചെയ്തവർക്ക് മാത്രമുള്ള പാഠമല്ല, തിന്മയെ നോർമലൈസ് ചെയ്യുന്നവർക്കും ഇതിൽ പാഠമുണ്ട്. അതിൽ വിശ്വാസികൾ ആ പാഠങ്ങൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു തിന്മ കാണുമ്പോൾ ആ തിന്മക്കെതിരെ പ്രതിരോധിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അതിനെ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസിക്ക് വേണ്ട ഒരു കാര്യമായി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങൾ കൈകൊണ്ട് തടുക്കുക, അതല്ലെങ്കിൽ നാവ് കൊണ്ട് തടുക്കുക, അതുകൊണ്ട് മനസ്സുകൊണ്ടെങ്കിലും അതിനെ വെറുക്കണം. അത് ഈമാനിന്റെ ഏറ്റവും അടിയിലെ അവസ്ഥയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് കൈകൊണ്ട് എതിർക്കുവാൻ കഴിയുന്ന മേഖലകളുണ്ട്. നമ്മുടെ വീടുകൾ, നമ്മുടെ മക്കൾ, ആ രൂപത്തിലുള്ള അവസ്ഥകൾ. അതുപോലെ നാട്ടുകാരോട്, സുഹൃത്തുക്കളോട് നാവ് കൊണ്ട് എതിർക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അതും കഴിയാത്ത അവസ്ഥയിൽ മനസ്സുകൊണ്ടെങ്കിലും തിന്മയെ വെറുക്കുവാൻ വിശ്വാസിക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഈ ജീവിതത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. ഈ 1-ാമത്തെ ഖുത്ബയിൽ സൂചിപ്പിച്ചു, അതിന് മുമ്പത്തെ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു. നമ്മുടെ എല്ലാ മൂടുകളും അവസാനിക്കുന്ന മരണം. ആ മരണത്തോടു കൂടിയാണ് പിന്നെ വിശ്വാസിയുടെ ജീവിതം. അവിടെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വിശ്വാസികളെങ്കിൽ ആ നിലയിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മകളെ നോർമലൈസ് ചെയ്യുന്ന പല പ്രവണതകളും വിശ്വാസികളുടെ ഇടയിൽ നമുക്ക് കാണാറുണ്ട്. വിശ്വാസികളുടെ ഗുണമായി എണ്ണിപ്പറഞ്ഞിട്ടുള്ളത് കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസി തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്.
അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിലേക്ക് ക്ഷണിച്ച് അതേപോലെ നന്മ കൽപ്പിച്ച് തിന്മ വിരോധിക്കുന്ന ആളുകൾ അവരാണ് നിങ്ങളിൽ ഉത്തമ സമൂഹമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇംറാനിലൂടെ നമ്മെ ഉണർത്തുകയാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലൽ ലസീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. പരസ്പരം ക്ഷമ കൊണ്ടും നന്മ കൊണ്ടും ഉപദേശിക്കുന്ന ആളുകൾ അവരാണ് വിജയിച്ചവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അസ്റിലൂടെ വിശദീകരിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, ഇന്നിന്റെ കാലഘട്ടങ്ങളിൽ പല നിലക്കുമുള്ള ലൈംഗിക വൈകൃതങ്ങൾ അതിനെ നിസ്സാരവൽക്കരിക്കുന്ന നോർമലൈസ് ചെയ്യുന്ന കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് പുരോഗമനമായിക്കൊണ്ട് ചില ആളുകൾ അവതരിപ്പിക്കുന്ന സ്വവർഗരതി പോലെയുള്ള കാര്യങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 2ാം ക്ലാസ്സെന്നോ 3ാം ക്ലാസ്സെന്നോ ചരിത്രപാഠങ്ങളിൽ പഠിക്കുന്ന പഴഞ്ചൻ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സമുദായം ആ കാലത്തെ പഴഞ്ചൻ ഏർപ്പാടുകളെ പുരോഗമനമെന്ന് പറയുകയും അതിനെ എതിർക്കുന്നവരെ പഴഞ്ചെന്നും ആക്ഷേപിക്കുന്ന ആളുകളെ കുറിച്ച് എന്തൊരു വിരോധാഭാസമാണ് ഇത്തരം ആളുകളുടെ കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല ആളുകളും പറയുന്നത് ലോകം അംഗീകരിക്കുന്ന ഒരു കാര്യത്തെ, ഇത്തരത്തിൽ ലോകം അംഗീകരിക്കുന്ന ഈ കാര്യങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ലോകം എവിടെ അംഗീകരിച്ചു എന്നുള്ളതാണ് അത്തരം ആളുകൾ പറയേണ്ട കാര്യങ്ങൾ. ഇന്ന് ഈ ലോകത്തിന്റെ വലിയ ശക്തി എന്നൊക്കെ പറയപ്പെടുന്ന അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ പോലും ഈ സവർഗ വിവാഹത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ആഗോള ഒളിമ്പിക്സ് അസോസിയേഷൻ അവിടെയും ആ ജെൻഡറുകളെ എടുത്തു കളഞ്ഞിരിക്കുന്നു. ട്രാൻസ്ജെൻഡറുകൾ മത്സരിക്കേണ്ടതില്ല, ആണും പെണ്ണും മത്സരിച്ചാൽ മതി എന്ന നിയമം കൊണ്ടുവന്നു. അമേരിക്ക പാഠം ഉൾക്കൊണ്ടത് അമേരിക്കയിലെ ആ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ, ഈ ട്രാൻസ്ജെൻഡർ പ്രവണതകൾ കാണിച്ച് അതേപോലെയുള്ള കാര്യങ്ങൾ, സ്വന്തം ലിംഗത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടായി ആ ലോകത്തിലേക്ക് ആളുകൾ, സ്വന്തം വീട്ടിൽ സ്വന്തം ചോരയിൽ പിറന്ന മക്കൾ സഞ്ചരിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് ബോധമുദിച്ചു. അവരതിൽ നിന്നും പിന്മാറിക്കൊണ്ടുവരുമ്പോൾ നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ പ്രദേശങ്ങൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. അതിനെ എതിർക്കുന്നവരെ അടിച്ച് ആക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ മഹാരാജ്യം, അതിനെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, അതിലൊരു സംശയവുമില്ല. ആ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ അതിനെ നോർമലൈസ് ചെയ്യുന്ന ആളുകളെ എതിർക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അതിനെ എതിർക്കുന്ന ആളുകൾക്കുമുണ്ട് എന്നുള്ളത് അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ പറഞ്ഞ സവർഗരതിയും സവർഗ വിവാഹവും അത്തരം കാര്യങ്ങളെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, അത് ഏത് മുസ്ലിം നാമധാരിയായ ആൾ ചെയ്താലും, അത് ഏത് രൂപത്തിലുള്ള രാജ്യത്തിന്റെ ഭരണകൂടം അംഗീകരിച്ചാലും ഒരു വിശ്വാസിക്ക് മനസ്സുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ, അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൂടെ എന്നാണ് നമ്മൾ പലരും ചോദിക്കുന്നത്. നമ്മൾ ആലോചിക്കുക, നമ്മൾ ഈ ലോകത്ത് പിറന്നു വീണത് നമ്മുടെ ഇഷ്ടത്തിലാണോ? നമ്മൾ ഈ ലോകത്ത് ഏത് മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളായി ജനിക്കണമെന്നുള്ളത് നമ്മുടെ തീരുമാനമായിരുന്നോ? നമ്മുടെ തീരുമാനമല്ല, അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമുണ്ടായ നമ്മുടെ ഈ ജീവിതത്തിനെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ള ബാധ്യതയുമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും, അത്തരത്തിൽ നിന്നുള്ള TV ഷോകളിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ മറ്റു രൂപത്തിലുണ്ട്. സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, ഒരു മുറിയിൽ, ഒരു വീട്ടിൽ കുറെ ആളുകളെ കൊണ്ടുപോയിട്ട് അവരുടെ സ്വകാര്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും അതൊക്കെ ആ റൂമിൽ, ആ മുറിയിൽ ചെയ്യുക, അതൊക്കെ ലോകം വീക്ഷിക്കുക, സ്വകാര്യതയിലേക്ക് എത്തി നോക്കുക. ഇസ്ലാം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചു. 3 വട്ടം അനുവാദം ചോദിച്ച് അനുവാദം തന്നില്ലേ, പോകണം. സ്വന്തം മക്കളോട് മാതാപിതാക്കളുടെ വീട്ടിലേക്ക്, റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ പോലും അനുവാദം ചോദിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ്. വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, വീട്ടിൽ മുട്ടി ആളില്ല, എന്നാൽ വീട്ടിൽ ആളുണ്ടോ എന്ന് നോക്കുവാൻ വേണ്ടി അവൻ വീടിന്റെ ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെയോ ജനാലയിലൂടെയോ ഒളിഞ്ഞു നോക്കിയാൽ ആ വീട്ടുകാരൻ കല്ലെടുത്തെറിഞ്ഞ് ഇയാളുടെ കണ്ണ് പൊട്ടിയാൽ ആ വീട്ടുകാരൻ കുറ്റക്കാരനല്ല എന്ന് പോലും പണ്ഡിതന്മാർ വളരെ ഗൗരവത്തിൽ നമ്മളെ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്ന ഇത്തരത്തിലുള്ള ഷോകൾ, അതിനെ വലിയ വലിയ താരരാജാക്കന്മാർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മക്കൾ കൊണ്ടു നടക്കുന്ന ആളുകൾ അതിനെ ഇത്തരത്തിൽ നോർമലൈസ് ചെയ്ത് അതിനെ നോർമലൈസ് ചെയ്യുകയും അത്തരത്തിൽ അതിനെ എതിർക്കുന്നവരെ വളരെയധികം ആക്ഷേപിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ
ഇത്തരം കാര്യങ്ങൾക്കെതിരെ വളരെ ഗൗരവപൂർവ്വം നമ്മൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുട്ടികളെ ഉത്ബോധിപ്പിക്കുകയും ആ കുട്ടികൾക്ക് ജെൻഡർ പൊളിറ്റിക്സിന്റെ അതിന്റെ കാണാപുറങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുകയും അള്ളാഹു നൽകിയ ജീവിതവും അള്ളാഹു നൽകിയ ശരീരവും അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പാടുള്ളൂ എന്ന് റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. നാഥൻ അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരത്തിൽ തിന്മകൾ വ്യാപിക്കുന്ന കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വളരെ നേരത്തെ തന്നെ നമ്മളോട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. രാവിലെ വിശ്വാസിയായി ഉണർന്നവൻ വൈകുന്നേരമാകുമ്പോൾ അവിശ്വാസിയാകുന്നു. വൈകുന്നേരം വിശ്വാസിയായി കിടന്നുറങ്ങുന്നവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവിശ്വാസിയാകുന്നു. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മുടെ കൂടെ കളിച്ചവർ, നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരെല്ലാം പല നിലക്കും ദൈവനിഷേധത്തിന്റെ വക്താക്കളായി, ഇത്തരത്തിലുള്ള ലിബറൽ വാദങ്ങളുടെ വക്താക്കളായി മാറുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. ഇത്തരം കാഴ്ചകളിൽ നിന്നും ഇത്തരം കാര്യങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിത അവസാനം വരെ ദീനിൽ അടിയുറച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നീ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, എല്ലാം പൊറുക്കുന്ന എല്ലാം അറിയുന്ന തമ്പുരാനെ, ജീവിതത്തിന്റെ നിഗല മേഖലകളിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നീ നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്കെല്ലാം പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. നല്ല മരണം നീ ഞങ്ങൾക്കെല്ലാം വിധിക്കണേ റഹ്മാനെ. നല്ല ആത്മാവിന്റെ മരണം ലഭിക്കുന്ന ആത്മാക്കളിൽ നീ ഞങ്ങളുടെ ആത്മാക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രോഗങ്ങൾ ബാധിച്ച് കിടക്കുന്ന രോഗികൾ, അവർക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവരുടെ ബർസഖിന്റെ ലോകം സന്തോഷത്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങൾ നാളെ ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഞങ്ങളുടെ ബർസഖിന്റെ ലോകം അപ്രകാരം സന്തോഷമുള്ള സ്വർഗീയ തോപ്പാക്കി നീ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ, അവരുടെ കടങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. സാമ്പത്തികമായി മാന്യം അനുഭവിക്കുന്നവരുണ്ട് റബ്ബേ, അവർക്ക് സാമ്പത്തികമായ ഭദ്രത നൽകി അവരുടെ സമ്പത്തിൽ നീ ബർക്കത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. സന്താനങ്ങളിലും ഇണകളിലും കൺകുളിർമയെ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ, അവർ അനുഭവിക്കുന്ന യാതനകൾ, അവർ അനുഭവിക്കുന്ന വിശപ്പ്, റബ്ബേ എല്ലാം അറിയുന്നവനാണ് റബ്ബേ. നീ അവരിൽ വിശന്ന് വലയുന്നവരെ നീ ഊട്ടിക്കണ റഹ്മാനെ. നീ അവർക്ക് ഭക്ഷണം നൽകണ റഹ്മാനെ. നീയല്ലാതെ അവർക്ക് രക്ഷ നൽകുവാൻ വേറെ ആരുമില്ല റബ്ബേ. നീ അവർക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവർക്ക് നീ ആ ഫലസ്തീനുകൾക്ക് നീ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവരിലെ പരുക്ക് പറ്റിയവർക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ആ സഹോദരങ്ങളെ ഉപദ്രവങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുമ്മ സബ്ബിത് അഖ്ദാമഹും, അവരുടെ പാദങ്ങളെ നീ നിന്റെ ദീനിൽ അടിയുറച്ച് നിർത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഇൻസുർ ഇഖ്വാനനാ ഫി ഗസ്സ, അല്ലാഹുമ്മ ഇൻസുർ ഇഖ്വാനനാ ഫി ഫലസ്തീൻ, അല്ലാഹുമ്മ ഇൻസുർ ഇഖ്വാനൽ മുസ്ലിമീന വൽ മുജാഹിദീന ഫി കുല്ലി മകാൻ, അല്ലാഹുമ്മ ദമ്മർ അഅദാന അഅദാ അദ്ദീൻ, അല്ലാഹുമ്മ ഹല്ലിക അൽ യഹൂദ വൽ മുശ്രിക്കീൻ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.